ഹായ് എവരി വൺ, സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മൂന്നാമത്തെ അധ്യായമാണിത്. അതായത് കഴിഞ്ഞ 2 അധ്യായങ്ങളിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇന്നത്തെ അധ്യായത്തിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ കാണുന്നവർ കഴിഞ്ഞ 2 വീഡിയോസ് കണ്ടില്ലെങ്കിൽ ഡെഫിനറ്റായിട്ടും വാച്ച് ചെയ്യണം. കാരണം അതിലൂടെയാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതൊരു കോഴ്സ് പോലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നൊരു കോഴ്സായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു കൺസേൺ എന്ന് വെച്ചാൽ വാക്കുകളെക്കുറിച്ചാണ്. നമുക്ക് ചുമ്മാ ഇംഗ്ലീഷ് ഭാഷയൊന്ന് നോക്കാം. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? സെൻറ്റൻസസ് ഉണ്ടാക്കുന്നു, അല്ലേ? ഇതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. അതെങ്ങനെ ഉണ്ടാക്കാം, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് പറയാം. പക്ഷേ ഈ സെൻറ്റൻസസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തുപയോഗിച്ചിട്ടാണ് നമ്മൾ സെൻറ്റൻസസ് ഉണ്ടാക്കുന്നത്? വാക്കുകൾ, അല്ലേ? വാക്കുകളാണ് ഇംഗ്ലീഷ് ഭാഷയുടെ ഇഷ്ടികകളെന്ന് നമുക്ക് വിളിക്കാം. അതായത് ആ വാക്കുകൾ ഒന്നിച്ചൊന്നിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് ഭാഷ ബിൽഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇംഗ്ലീഷിലെ വാക്കുകളിലെ ഒരു സമ്മേളനമാണ് കാണാൻ പോകുന്നത്. സിമ്പിളാണ് കേട്ടോ. സമ്മേളനം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലെ എല്ലാ വാക്കുകളും ഒന്നിച്ച് വരുന്നത്. അതായത് നമ്മൾ ഡിക്ഷണറിയിലുള്ള അതുപോലെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളും, ഇപ്പോൾ ഡിക്ഷണറിയിൽ നമുക്ക് ഉപയോഗിക്കുന്നില്ലാത്തതുമായ വാക്കുകളുണ്ട്. അപ്പോൾ ഈ എല്ലാ വാക്കുകളും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അവരെത്ര ഗ്രൂപ്പിൽ നിൽക്കുമെന്ന് എന്തെങ്കിലും ധാരണയുണ്ടോ? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണല്ലേ. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ഇതിനൊരു ടെക്നിക്കൽ ടേം ഉണ്ട്. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പോൾ എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്? ഇംഗ്ലീഷിലെ വാക്കുകളെ എന്തിൻ്റെയോ ബേസിൽ നമ്മൾ തരംതിരിക്കുന്നു. അതെന്തിൻ്റെ ബേസിലാണെന്നറിയാമോ? അതിൻ്റെ ഫങ്ഷൻ്റെ ബേസിൽ. നമുക്കൊരു ഹോസ്പിറ്റലിൽ നോക്കാം. അതായത് ഒരു ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. നിങ്ങളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളവിടെ റിസീവ് ചെയ്യുന്ന റിസപ്ഷനിസ്റ്റ് ഉണ്ട്, അല്ലേ? അവിടെ നിങ്ങൾ റിസീവ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ എൻക്വയറിക്ക് ആൻസർ തരുന്നുണ്ട്. അവരെ നമ്മൾ റിസപ്ഷനിസ്റ്റ് എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ അവിടെ നമ്മളെ സഹായിക്കാൻ വരുന്ന ഒരാൾ നമ്മൾ അറ്റൻഡർ എന്ന് വിളിക്കുന്നു. നിങ്ങൾ സഹായിക്കാൻ വരുന്നതുകൊണ്ടാണ്, നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾ ചികിത്സിക്കുന്ന ആളെ നമ്മൾ ഡോക്ടർ എന്ന് വിളിക്കുന്നു. നിങ്ങളെ പരിചരിക്കുന്ന ആളെ, ഡോക്ടറുടെ ഒപ്പം നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളെ നമ്മൾ നേഴ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവർ ഓരോരുത്തരും അവിടെ ചെയ്യുന്ന ഫങ്ഷൻ്റെ, അവർക്ക് അവിടെയുള്ള ജോലിയുടെ അല്ലെങ്കിൽ അവർക്ക് അവിടെ അസൈൻ ചെയ്ത് കൊടുത്തുള്ള ഡ്യൂട്ടിയുടെ ബേസിലാണ് ഇവർക്ക് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിലും. ഇംഗ്ലീഷിലുള്ള എല്ലാ വാക്കുകളെയും നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പം അത് 8 ഗ്രൂപ്പിലാണ് വരുന്നത് കേട്ടോ. എത്ര ഗ്രൂപ്പാണ്? 8 ഗ്രൂപ്പിൽ. അപ്പോൾ പല മോഡേൺ ഗ്രമേറിയൻസ് ഒക്കെ പറയുന്ന 9 ഗ്രൂപ്പ് എന്നുണ്ട്. പക്ഷെ നമ്മളെന്നാലും ട്രഡീഷണൽ ഗ്രാമർ ബുക്സിനൊക്കെ ബേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊക്കെ പഠിപ്പിക്കുന്ന 8 തരത്തിലുള്ള ഇംഗ്ലീഷ് വാക്കുകളുണ്ടെന്നാണ്. അപ്പോൾ അതിൽ ഒരു ആദ്യത്തെ 3 തരമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഈ 8 തരം എന്താ നമുക്ക് ആദ്യം ഒന്ന് കണ്ടാലോ? സിമ്പിളാണ്. നൗൺ, പ്രോനൗൺ, വേർബ്, അഡ്ജക്റ്റീവ്, ആഡ്വേർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻസ് ആൻഡ് ഇൻ്റർജെക്ഷൻസ്. ഇങ്ങനെയാണ് 8 തരത്തിലുള്ള വരുന്നത്. അപ്പോൾ ചിലപ്പോൾ പല വാക്കുകൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ധാരണ ഉണ്ടാവില്ല. ഒന്നും കുഴപ്പമില്ല. വളരെ സിമ്പിളായിട്ട് ഇതെന്താണ് എന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ആദ്യത്തെ 3 മാത്രമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. അത്യാവശ്യ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കുക, ഇതിനെക്കുറിച്ചുള്ള ബേസിക് ധാരണ ഉണ്ടാക്കിയെടുക്കുക. സമയമെടുത്ത് തന്നെ നമുക്ക് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാറ്റഗറി ഒന്ന് നോക്കാം. നൗൺ. എന്താണ് നൗൺ? നൗണിനെ നമ്മൾ വിളിക്കുന്നത് എന്തെന്നറിയാവോ? നെയ്മിങ് വേർഡ് എന്നാണ്. അത് പറഞ്ഞ് നെയ്മിങ് വേർഡ്. അതായത് ഒരു പേരാണ് നൗണ്. ആരുടെ പേര്? വ്യക്തികളുടെ പേര്, സ്ഥലത്തിൻ്റെ പേര്, സാധനങ്ങളുടെ പേര്, ആനിമൽസിൻ്റെ പേര്, ഇങ്ങനെ പല തരത്തിലുള്ള പേരുകളെ നമ്മൾ എന്ത് വിളിക്കും? നൗൺ എന്ന് വിളിക്കും. ക്ലിയർ ആണോ? നമുക്ക് 2-3 എക്സാമ്പിൾസ് നോക്കാം. സാം ഈസ് എ ഗുഡ് ബോയ്. സാം ഈസ് എ ഗുഡ് ബോയ്. ഇവിടെ പേരെന്താണ്? സാം. സിമ്പിളല്ലേ? ഇത്രേ ഉള്ളൂ നൗൺ എന്ന് പറഞ്ഞാൽ. ലയൺ ഈസ് എ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. സിംഹമാണ് കാട്ടിലെ രാജാവ്. അപ്പോൾ ഇവിടെ ഏതാണ് നൗൺ? സിംഹം. സിംഹം എന്ന് പറയുന്നത് ആ മൃഗത്തിൻ്റെ പേരാണ്, ശരിയല്ലേ? ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു പട്ടിക്കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊരു പേരിടും. ഇപ്പോൾ നമ്മൾ ജിമ്മി എന്ന് വിളിക്കാം, അല്ല എന്തൊരു പേരുണ്ടാവാം. അതൊരു പേരാണ്. എന്നാൽ പട്ടി എന്ന് പറയുന്നത്, ഡോഗ് എന്ന് പറയുന്നതും ഒരു പേര് തന്നെയാണ് കേട്ടോ. അതായത് ഒരു സ്പീഷീസിന് കോമൺ ആയിട്ട് കൊടുക്കുന്നൊരു പേര്. ഇപ്പോൾ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതൊരു പേര് തന്നെയാണ്. ഒരു വ്യക്തിയുടെ പേരല്ലെങ്കിലും ആ ഒരു കുലം, അല്ലേ, ആ ഒരു ഗ്രൂപ്പിന് നമ്മൾ കൊടുക്കുന്നൊരു പേരാണ് മനുഷ്യൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാജാവ് എന്ന് പറയുന്നത്. ഇതൊക്കെ നൗൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ നൗൺ പറഞ്ഞല്ലോ, ഒരു വ്യക്തിയുടെ പേര്, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഒരു ആനിമലിൻ്റെ പേര് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു. ഒരു സാധനത്തിൻ്റെ പേര് ചെയർ, അല്ലേ? എന്നാൽ ഞാനൊരു സെൻറ്റൻസ് പറയാം. ഇതിൻ്റെ നൗൺ നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. സിമ്പിളാണ്. ജെയിൻ വാസ് ഡ്രൈവിങ് എ കാർ.
ജെയിൻ വാസ് ഡ്രൈവിങ് എ കാർ. ഇവിടെ ഏതൊക്കെയാണ് നൗൺസ് വരുന്നത്? ഒന്ന് ശ്രദ്ധിച്ചേ, ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒന്ന് ജെയിൻ, ഇത് വ്യക്തിയുടെ പേര്. ഡാഷ് 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 വി ഹാവ് കാർ, അല്ലേ? കാർ ഒരു സാധനത്തിൻ്റെ പേരാണ്. കണ്ടോ, രണ്ട് നൗൺസ് വന്നു. ഞാനിത് സെൻറ്റൻസിൽ ഉപയോഗിക്കാൻ കാരണം നിങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു അബ്സ്ട്രാക്റ്റ് ഐഡിയ. ഇപ്പോൾ നമ്മൾ പറയും പട്ടിണി, അല്ലേ? പോവർട്ടി, അല്ലെങ്കിൽ ഓണസ്റ്റി, സത്യസന്ധത. ഇതൊക്കെ നൗൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. നമുക്കിത് കാണാൻ പറ്റില്ല, ക്ലിയർ ആണോ? അതായത് നമുക്ക് തൊടാൻ പറ്റില്ല, ഫീൽ ചെയ്യാൻ പറ്റില്ല, പക്ഷേ അങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതാണ് നൗൺസ് എന്ന് പറയുന്ന കാറ്റഗറി. ഇതിന് ഒത്തിരി സബ് ഡിവിഷൻസും എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊന്നും അതിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ. നമ്മളിത് ബേസിക് ആയിട്ടൊന്നും മനസ്സിലാക്കി പോകണം. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒന്നാമത് കണ്ടു നെയിമിംഗ് വേർഡാണ് നൗൺ. പേരുകൾ, ആളുകളുടെ, സാധനങ്ങളുടെ, ആനിമൽസിൻ്റെ, ഇങ്ങനെ രാജ്യങ്ങളുടെ ഒക്കെ പേരുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? നൗൺസ് എന്ന് വിളിക്കുന്നു. അത് ക്ലിയറായി ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിത് കേട്ടാൽ മാത്രം പോരാ, എഴുതി വെക്കണം, അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാനും തുടങ്ങണം. അപ്പോൾ ഇനി ഒരു സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് നൗൺ എന്നുള്ള കാര്യമല്ലേ. ഇനി വേറൊരു ചോദ്യം, ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കണോ? നിർബന്ധമൊന്നുമില്ല. പക്ഷേ നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എക്സാമിന് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഒക്കെ നിങ്ങൾ ഡെഫിനറ്റായിട്ടും ബേസിക് ഗ്രാമർ റൂൾസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാറ്റഗറി കണ്ടു, നൗൺസ്. രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് പോവാം. എന്താണ്? പ്രൊനൗൺസ്. എന്താണ്? പ്രൊനൗൺസ്. പ്രൊനൗൺ എന്ന് വെച്ചാൽ എന്താണ്? അത് മനസ്സിലാക്കാനായി ഞാനൊരു എക്സാമ്പിൾ തരാം. ഓക്കെ, മുമ്പ് ഞാൻ പറഞ്ഞല്ലോ സാം ഈസ് എ ഗുഡ് ബോയ്. സാം ഈസ് എ ഗുഡ് ബോയ് പറഞ്ഞല്ലോ. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് കാണാം കേട്ടോ. സാം ഈസ് എ ഗുഡ് ബോയ്. സാം ഹെയിൽസ് ഫ്രം തൃശ്ശൂർ. സാം തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് കേട്ടോ. അവൻ്റെ ജന്മസ്ഥലം, വളർന്നു വന്ന സ്ഥലം തൃശ്ശൂർ എന്നാണ് ഇതിൻ്റെ അർത്ഥം. സാം ഹെയിൽസ് ഫ്രം തൃശ്ശൂർ. സാം ഈസ് എ സ്റ്റുഡൻറ്റ്. കണ്ടോ, സാം ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ 2-3 സെൻറ്റൻസസ് നോക്കുമ്പം ഇവിടെ എല്ലാം ഈ സാം സാം എന്ന് പറയുന്ന വ്യക്തിയുടെ പേര്, നൗൺ, വീണ്ടും 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 ആവർത്തിച്ച് വരുന്നുണ്ട്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് റിഡൻഡൻസി, അതായത് ആവർത്തനം. അത് കുറച്ച് ബോറിംഗ് അല്ലേ? ശരിയല്ലേ? അതായത് ഒരു വ്യക്തിയുടെ പേര് വീണ്ടും 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 നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ബോറിംഗ് ആണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ചൊരു സാധനമാണ് എന്ത്? പ്രൊനൗൺസ്. പ്രൊനൗൺസ് അതായത് നാമത്തിന് പകരം നിൽക്കുന്ന പദങ്ങൾ. ഈ പ്രൊനൗൺസിൻ്റെ കാറ്റഗറി നോക്കിയാൽ പല തരത്തിലുള്ള പ്രൊനൗൺസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല, പിന്നീട് നമ്മൾ സംസാരിക്കും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, അതിനെ നമ്മൾ വിളിക്കുന്നതാണ് പേഴ്സണൽ പ്രൊനൗൺസ്. എന്താണ്? പേഴ്സണൽ പ്രൊനൗൺസ്. അതായത് നമ്മൾ വ്യക്തികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, സാധനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് പ്രൊനൗൺസ്, പേഴ്സണൽ പ്രൊനൗൺസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ പ്രൊനൗൺ എന്ന് വെച്ചാൽ ഒരു നാമത്തിന് പകരം നിൽക്കുന്നൊരു പദമാണ്. അത് നമുക്ക് പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് കണ്ടാലോ. ഇങ്ങനെ പോകുന്നു: ഐ, വി, യു, ഹി, ഷീ, ഇറ്റ് ആൻഡ് ദേ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഐ, വി, യു, ഹി, ഷീ, ഇറ്റ് ആൻഡ് ദേ. നമ്മൾ സംസാരിക്കുമ്പോൾ മിക്കവാറും ആളുകളെക്കുറിച്ചോ വ്യക്തികളെക്കുറിച്ചോ ആളുകളോടായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ പേഴ്സണൽ പ്രൊനൗൺസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് 1-2 സിറ്റുവേഷൻ നോക്കി നിങ്ങൾക്കത് മനസ്സിലാകും കേട്ടോ. ഐ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ. നോർമലി നമ്മൾ പറയും സംസാരിക്കുന്ന ആൾ, അതാണ് പേഴ്സണൽ പ്രൊനൗണിലെ ഒന്നാമത്തെ ആൾ. ഐ, ഞാൻ, സംസാരിക്കുന്ന ആൾ. ഇനി രണ്ടാമത്തേതോ? വി, ഞങ്ങൾ. ഞങ്ങളെന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ കാണും. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു ഐ ആം എ ടീച്ചർ, ഞാനൊരു അധ്യാപകനാണ്. കണ്ടോ, ഐ ആം എ ടീച്ചർ, ഞാനൊരു അധ്യാപകനാണ്. വി ആർ ടീച്ചേഴ്സ്, എൻ്റെ കൂടെയുള്ള ടീമിനെ ഞാൻ ചേർത്ത് നിർത്തി പറയുന്നു വി ആർ ടീച്ചേഴ്സ്, ഞങ്ങളൊക്കെ അധ്യാപകരാണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അതായത് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഐ എന്ന് പറയുന്നു, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ വി എന്ന് പറയുന്നു, സംസാരിക്കുന്ന ആളുകൾ. ദ വൺ സ്പീക്കിംഗ് എന്നാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഇംഗ്ലീഷിൽ പറയുന്നത്. ആരാണോ സംസാരിക്കുന്നത് അവരാണ് പേഴ്സണൽ പ്രൊനൗണിലെ ഒന്നാമത്തെ ഗ്രൂപ്പ്. അതിന് നമ്മൾ പറയും ഫസ്റ്റ് പേഴ്സൺ. എന്താണ്? ഫസ്റ്റ് പേഴ്സൺ. ഇതിൻ്റെ കോംപ്ലിക്കേഷൻ ഒന്നും കണ്ട് ആരും കൺഫ്യൂസ്ഡ് ആവേണ്ട കേട്ടോ. ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, ആര് സംസാരിക്കുന്നു അവനാണ് ഫസ്റ്റ് പേഴ്സൺ. ഐ ആൻഡ് വി. രണ്ടാമത്തേത് യു. യു എന്ന് വെച്ചാൽ എന്താ? നീ, നിങ്ങൾ എന്നൊക്കെ നമ്മൾ പറയല്ലേ. മറ്റേത് ഞാൻ, ഞങ്ങളാണെങ്കിൽ ഇത് നീ, നിങ്ങൾ. നീ, നിങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഒരു വാക്കേ ഉള്ളോ, യു മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, അപ്പോൾ നീ എന്ന് പറഞ്ഞാൽ യു ആണ്, നിങ്ങളെന്ന് വെച്ചാലോ
അതും യു തന്നെയാണ്. യു എന്ന് പറയുന്ന ഒറ്റ വാക്ക് നമ്മൾ സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും, അതായത് ഒരാളെ ഉള്ളുവെങ്കിലും ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ യു എന്ന് പറയുന്ന ഒരൊറ്റ വാക്കാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് പേഴ്സൺ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സെക്കൻഡ് പേഴ്സൺ എന്ന് വെച്ചാൽ ആരാ? അല്ല, അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ആരായിരുന്നു? സംസാരിക്കുന്ന ആളാണ് ഫസ്റ്റ് പേഴ്സൺ. അപ്പോൾ സെക്കൻഡ് പേഴ്സണോ? കേൾക്കുന്നവനാണോ? നോ. ആരോട് സംസാരിക്കുന്നോ അവനാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോടൊരു കാര്യം പറയുമ്പോൾ മറ്റുള്ള 4-5 പേര് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ സെക്കൻഡ് പേഴ്സൺസ് അല്ല. ഞാൻ ആരോടാണോ സംസാരിക്കുന്നത് അവനാണ് സെക്കൻഡ് പേഴ്സൺ. നീ, നിങ്ങൾ. യു മസ്റ്റ് ഡു ഇറ്റ്. നീ അത് ചെയ്യണം. യു ഷുഡ് ഗോ. നിങ്ങളൊക്കെ പോകണം. കണ്ടാ, 2 സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു. ഞാൻ ആരോടാണോ പറഞ്ഞത്? നീ എന്ന് വെച്ചാൽ ഒരാളോട് പറഞ്ഞു, നിങ്ങളെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിനോട് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള 10 പേരോട് പറഞ്ഞു നിങ്ങൾ പോകണം എന്ന് പറഞ്ഞാൽ യു മസ്റ്റ് ഗോ. നിങ്ങൾ പോകണം. യു മസ്റ്റ് ഗോ ഒരാളോട് പറയുന്നു. ആണ്, രണ്ടും സെയിം വേർഡ് തന്നെയാണ് വരുന്നത്, പക്ഷേ കോണ്ടെക്സ്റ്റ് അനുസരിച്ചാണ് ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ യു എന്ന് വെച്ചാൽ സെക്കൻഡ് പേഴ്സൺ ആണ്. ആരോട് സംസാരിക്കുന്നോ അവൻ. ഒരാളാവാം, ഒന്നിലധികം ആളുകളാവാം. ഇതിനെ നമ്മൾ വിളിക്കുന്നു സെക്കൻഡ് പേഴ്സൺ, പേഴ്സണൽ പ്രൊനൗൺ ആണ്. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊനൗണിനെ കുറിച്ചാണ് കേട്ടോ. നൗൺ എന്ന് വെച്ചാൽ നാമങ്ങൾ, നെയ്മിങ് വേർഡാണ്. പ്രൊനൗൺ എന്ന് വെച്ചാൽ നെയ്മിങ് വേർഡിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകൾ. ഇനി നമുക്ക് 3ാമത്തെ കാറ്റഗറിയിലേക്ക് പോകാം. 3ാമത്തെ കാറ്റഗറി എന്താണ്? തേർഡ് പേഴ്സൺ. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പേഴ്സൺ സംസാരിക്കുന്ന ആൾ, സെക്കൻഡ് പേഴ്സൺ ആരോട് സംസാരിക്കുന്നോ അവർ, 3 തേർഡ് പേഴ്സൺ അതായത് ആരെക്കുറിച്ച് സംസാരിക്കുന്നോ. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ആളുകളെക്കുറിച്ച് സംസാരിക്കും, സാധനങ്ങളെക്കുറിച്ച് സംസാരിക്കും. അതാണ് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അവൻ, അവൾ, അത്, അവർ. കണ്ട, ഇതൊക്കെ തേർഡ് പേഴ്സൺ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആരെക്കുറിച്ച് സംസാരിക്കുന്നു. നമുക്ക് മുമ്പേ പറഞ്ഞ എക്സാമ്പിളിലേക്ക് പോവാം. സാം ഈസ് എ ഗുഡ് ബോയ്, അല്ലേ? സാം ഈസ് എ ഗുഡ് ബോയ്. ഹീ ഈസ്, ഓക്കെ, നമ്മൾ പറഞ്ഞു ഹീ. അവിടെ നമ്മൾ സാമിന് പകരം ഒരു വാക്ക് ഉപയോഗിച്ചു. എന്താണ്? ഹീ. അത് നമ്മൾ തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന പേഴ്സണൽ പ്രൊനൗണിൽ വരുന്നതാണ്. ഹീ ഈസ് സ്മാർട്ട്. ഹീ ഡ്രൈവ്സ് റിയലി വെൽ. അവൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഹീ എന്നാണ്. അതൊരു പെൺകുട്ടിയാണെങ്കിൽ ഷീ ആവും, ഒരു സാധനമോ ഒരു ആനിമലോ ആണെങ്കിൽ ഇറ്റ് ആവും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ തേർഡ് പേഴ്സണെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ആരെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ടു, ഹീ ഉണ്ട്, ഷീ ഉണ്ട്, ഇറ്റ് ഉണ്ട്, അവൻ, അവൾ, അത്. ഇനി ഇതിൻ്റെ ഒക്കെ പ്ലൂറൽ, അതായത് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അത് വ്യക്തികളാവാം, സാധനങ്ങളാവാം, എല്ലാത്തിനും കൂടെ നമുക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, ദേ. ദേ എന്ന് പറഞ്ഞേ, ദേ. ഓക്കെ, ദേ ആർ സ്മാർട്ട്. അവരൊക്കെ സ്മാർട്ടാണ്. മുമ്പേ നമ്മൾ പറഞ്ഞു യു ആർ സ്മാർട്ട്, നീ സ്മാർട്ടാണ്. ഇത് അവരൊക്കെ സ്മാർട്ടാണ്, അവർ സ്മാർട്ടാണ്. ദേ ആർ സ്മാർട്ട്. ഹീ ഈസ് സ്മാർട്ട്, ഷീ ഈസ് സ്മാർട്ട്, ഇറ്റ് ഈസ് ഗുഡ് ആൻഡ് ദേ ആർ സ്മാർട്ട്. കണ്ടല്ലോ, ഇതാണ് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വാക്കുകളുടെ കൂട്ടത്തെക്കുറിച്ചാണ്. 1ാമത്തെ കാറ്റഗറി നൗൺ, 2ാമത്തെ കാറ്റഗറി പ്രൊനൗൺ. പ്രൊനൗൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഈ പ്രൊനൗൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 3ാമത്തെ കാറ്റഗറിയിലേക്ക് പോകാം. ഈ വീഡിയോയിൽ നമ്മുടെ ലാസ്റ്റ് സീരീസാണ് കേട്ടോ. 3ാമത്തെ കാറ്റഗറി വേർബ്. എന്താണ്? വേർബ്. വേർബ് എന്ന് വെച്ചാൽ എന്താ? നോർമലി നമ്മൾ പറയും വേർബ് ഇറ്റ്സ് എൻ ആക്ഷൻ വേർഡ്, അല്ലേ? ആക്ഷൻ വേർഡ് മാത്രമല്ല, ഇറ്റ് റെഫേഴ്സ് ടു എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആസ് വെൽ. അതായത് ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ആയിരിക്കുന്ന ഒരു അവസ്ഥ. ഇതിനെയാണ് നമ്മൾ വേർബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് 1-2 ചെറിയ എക്സാമ്പിൾസ് നോക്കാം. ഒന്ന്, ഹീ ഈസ് വാക്കിംഗ്. അവൻ നടക്കുകയാണ്. നമുക്ക് നോക്കാം, നടക്കുക എന്ന് പറഞ്ഞാൽ കാലെടുത്തെടുത്ത് വെച്ച് നടക്കുന്നു. ദെയർ ഈസ് എൻ ആക്ഷൻ, ഒരു പ്രവൃത്തി അതിൽ ഇൻവോൾവ് ആണ്. ശരിയല്ലേ? ദാറ്റ്സ് ഇറ്റ്. വേറെ എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് സ്മാർട്ട്. ഇവിടെ എവിടെയാണ് ആക്ഷൻ വേർഡ്? ഇവിടെ ആക്ഷൻ വേർഡ് ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ഷീ ഈസ് സ്മാർട്ട്. കണ്ട, ഈസ് എന്ന് പറയുന്നതാണ് ഇവിടെ ശരിക്കും വേർബ് വരുന്നത്. അതൊരവസ്ഥയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പ്രവൃത്തിയാവാം, ഒരവസ്ഥയാവാം. ഇതൊക്കെ ഈ വേർബിൻ്റെ കോംപ്ലിക്കേഷനിലുള്ള ചില സബ് ഡിവിഷൻസ് ഒക്കെയാണ് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ഒരു പ്രവൃത്തിയാവാം അല്ലെങ്കിൽ ആയിരിക്കുന്ന ഒരു അവസ്ഥയാവാം എന്ത് വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് 1-2 എക്സാമ്പിൾസ് കാണാം. ഐ ഈറ്റ്, ഞാൻ കഴിക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്നു എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഐ ഡ്രൈവ്, ഞാൻ വാഹനം ഓടിക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ വാഹനം ഓടിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഇതൊക്കെ ആക്ഷൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നതാണ്. ഫ്രണ്ട്സ് ശ്രദ്ധിക്കണേ, നമ്മുടെ ലാംഗ്വേജിൽ ഒരു സെൻറ്റൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത് ഒരു വേർബാണ്.
ഒരു പ്രവൃത്തി, ഒരു വേർബ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഇതൊന്നും ഇല്ലാണ്ട് നമുക്കൊരു സെൻറ്റൻസ് പ്രോപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് സംസാരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നൗൺ എന്താണ്, പ്രൊനൗൺ എന്താണ്, വേർബ് എന്താണ്. ഓക്കെ, 3 കാര്യങ്ങൾ പഠിച്ചു. ഇനി ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ച് തരുന്നു. നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരു നെയിമിംഗ് വേർഡ്, അതായത് ഒരു നൗണും ഒരു പ്രൊനൗണും ഒരു വേർബും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, 3 വാക്കുകൾ മാത്രം കേട്ടോ. അതായത് നിങ്ങളൊക്കെ ഈ കോഴ്സിനൊപ്പം പഠിച്ചു പോകുന്നുണ്ട് എന്ന് നമുക്ക് മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷനായിട്ട് ജസ്റ്റ് വരിക, നിങ്ങൾ 3 വാക്കുകൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ നിങ്ങളുടെ ബുക്കിലും ഡെഫിനറ്റായിട്ടും എഴുതി വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടും ഫാമിലി മെമ്പേഴ്സൊക്കെ ഇത് ഷെയർ ചെയ്യണം. ലാംഗ്വേജ് പഠിക്കാൻ അവരെയും കൂടി ഇൻസ്പയർ ചെയ്യുക, അവരെ ചേർത്ത് നിർത്തുക, ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യുക. ലെറ്റ്സ് ഓൾ കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ് better. Thank you.